ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. Morning Anla, morning viewers. സർ, യു എസ് വിപണിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇന്നലെ വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിൽ ഏകദേശം 500 പോയിന്റ്സിന് മുകളിലൊരു ഇടിവിലേക്കാണ് നീങ്ങിയിരുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും 800 പോയിന്റ്സിനടുത്തൊരു ഇടിവ് ഡൗ ജോൺസിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ലോസിംഗ് പരിശോധിക്കുമ്പോൾ എല്ലാ സൂചികളും 1.5% മുകളിലൊരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എടുത്തു പറയുന്നത് ഈ ഒരു എ റിലേറ്റഡ് സ്റ്റോക്സിനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ഒരു ഓവർ വാല്യുവേഷൻ നിലയെ സംബന്ധിച്ചിട്ട് ആശങ്കകളാണ് നിലവിൽ വിപണിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഒരു ആശങ്ക പടർത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കൻ വിപണിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, അമേരിക്കൻ വിപണിയിൽ നമുക്ക് ആക്ച്വലി ഒരു മിക്സഡ് ഔട്ട്ലുക്ക് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വളരെ വീക്ക് ഒരു ഔട്ട്ലുക്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നാസ്ഡാക്കിന്റെ കേസിൽ വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ടെക്നോളജി സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ഒന്നില എക്സ്പോഷർ ചുരുക്കാൻ നോക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ സെക്ടറിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കണം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇന്ന് ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 24,800. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ശക്തമായിട്ട് വീണ്ടും നമുക്ക് സെല്ലിംഗ് പ്രഷർ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും മിനിഞ്ഞാന്നത്തെ ട്രേഡിംഗിലായിരുന്നു നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇന്നലത്തെ ആ ഒരു ഇടിവിനെ ഞാൻ അറ്റ് ദ മൊമെന്റ് വെറും ഒരു നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് മാത്രമേ വിലയിരുത്തുന്നുള്ളൂ. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് 46,400 പോയിന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, ക്രൂഡിലേക്ക് വരുമ്പോൾ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ശക്തമായിട്ടുള്ള, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ഏർലി അവേഴ്സ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ക്രൂഡിൽ കാണുന്നത്. ബ്രെന്റ് ക്രൂഡ് ആണെങ്കിലും ശരി, WTI ക്രൂഡ് ആണെങ്കിലും ശരി, 2% മുകളിലൊരു നേട്ടമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സോ ക്രൂഡിൻ്റെ ഈ ഒരു തിരിച്ചുവരവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു ഷോർട്ട് കവറിംഗ് മാത്രമായിട്ടാണോ കണക്കാക്കേണ്ടത്, അതോ ഒരു നിയർ ടേമിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് റിവേഴ്സലിനൊരു സാധ്യത ക്രൂഡിൽ കാണുന്നുണ്ടോ? അല്ല, നമ്മൾ ക്രൂഡിന്റെ കേസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 3-4 ആഴ്ചക്കിടെ ഒത്തിരി വോളറ്റിലിറ്റി ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്രൂഡ് പരിശോധിക്കുമ്പോഴേക്കും നമുക്ക് ക്രൂഡിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിരുന്നു. എങ്കിലും മിനിഞ്ഞാന്നത്തെ ട്രേഡിൽ വലിയൊരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ആ ഒരു സെറ്റപ്പ് നെഗേറ്റ് ചെയ്തു പോയിരുന്നു. ഇന്നലെ വീണ്ടും നമുക്ക് ആ ഒരു ശക്തമായിട്ടൊരു റിക്കവറി കാണാൻ സാധിച്ചിരിക്കുന്ന ഇന്ന് ആ റിക്കവറി തുടരുന്നുണ്ട്. But at this point, short-term trend is sideways, long-term trend bearish ആയി നിൽക്കുന്നു. At this point, നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും ക്രൂഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആഭ്യന്തര വിപണിയിൽ തീർച്ചയായിട്ടും ഇന്നലെ തുടക്കത്തിൽ വളരെ ശക്തമായിട്ടൊരു റാലിയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 26,000 എന്നൊരു ലെവൽ വീണ്ടും റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞത്. പക്ഷേ ആ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വളരെ ഹെവി ആയിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു ലെവലിൽ നിന്ന് പിന്നീട് കഴിഞ്ഞ ബുധനാഴ്ചത്തേനെ പോലെ തന്നെ ആ ഒരു ലെവലിലേക്ക് തന്നെ എത്തി ആ ഒരു ലെവലിൽ ക്ലോസ് ചെയ്യാനായിട്ടും ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 25,879.15 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിഫ്റ്റി 50യുടെ കേസിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 26,100 പോയിന്റിൽ കാണുന്നുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല, ഒരു അല്പം സ്ട്രഗിൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം എസ്പെഷ്യലി ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 25,750 പോയിന്റ് ലെവലിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമ്മൾ അല്പം വോളറ്റിലിറ്റിക്കും അല്പം സെല്ലിംഗ് പ്രഷറിനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ നമുക്ക് നിഫ്റ്റി 50 ലോ റിസ്കിൽ ഒരു പുതിയ ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്നലെ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ഫോർത്തിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഏതായാലും അതുപോലെ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. 58,600 എന്നൊരു ലെവലും മറികടന്നുകൊണ്ട് ഏകദേശം 58,615.95 എന്നൊരു ഓൾ ടൈം ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഓഹരികളിൽ ഒരു മുന്നേറ്റമായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഒരു കനത്ത അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളൊരു കരുത്ത് പകർന്നിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് അണ്ടർടോൺ ബുള്ളിഷ് ആണെങ്കിൽ പോലും ഒരു ബ്രോഡ് സൈഡ് വേസ് മൂവ്മെന്റ് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്.
കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. 57,500 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ലോ റിസ്കിലെ പുതിയ ബൈയിങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ ചില നമ്പേഴ്സ് പബ്ലിഷ് ചെയ്ത കമ്പനികൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓട്ടോ സൂചികയിലെ ഹീറോ മോട്ടോകോർപ്പാണ്. ഹീറോ മോട്ടോകോർപ്പിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഹീറോ മോട്ടോകോർപ്പ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ഹീറോ മോട്ടോ, ബജാജ് ഓട്ടോ, TVS മോട്ടോ മുതലായ ഓട്ടോ സ്റ്റോക്സിലൊക്കെ നമുക്ക് കഴിഞ്ഞ 2-3 മാസത്തിനിടെ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിച്ചത്. ആൻഡ് ഡെഫിനറ്റ്ലി ആ 3 സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഹീറോ മോട്ടോഴ്സ് ഇസ് വൺ ഓഫ് ദി ഔട്ട് പെർഫോമിംഗ് സ്റ്റോക്സ്. ബട്ട് ഹീറോ മോട്ടോഴ്സിന്റെ കേസിൽ നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം ഒരു ബ്രോഡ് സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. അണ്ടർടോൺ ബുള്ളിഷ് ആണെങ്കിൽ പോലും നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 5,400 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ വീണ്ടും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷം നമ്പേഴ്സ് പബ്ലിഷ് ചെയ്ത മറ്റൊരു കമ്പനി ഐഷർ മോട്ടോഴ്സ് ആയിരുന്നു. ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ വിൽപ്പനയിൽ ഒരു ക്വാർട്ടർലി ബേസ് പരിശോധിക്കുമ്പോഴേക്കും ഏറ്റവും ഉയർന്ന നിലയിലുള്ള വിൽപ്പന നടത്താനും കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊരു കൺസോൾട്ടേഷൻ, ഹൈ ലെവൽസിൽ കൺസോൾട്ടേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയാണ് കാണുന്നത്. സോ ഐഷർ മോട്ടോഴ്സിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? ഐഷറിന്റെ കേസിൽ ജൂലൈ അവസാനത്തോടു കൂടിയായിരുന്നു നമുക്ക് അതിന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിച്ചത്. അറൌണ്ട് 5,380, 5,380 നിന്നും തുടർച്ചയായിട്ട് നമുക്ക് വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു, അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ആൻഡ് വിത്തൗട്ട് എ കറക്ഷൻ. ബട്ട് സെപ്റ്റംബർ മാസത്തിന് ശേഷം നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള മൂവ്മെന്റ് ഓർ ട്രെൻഡ് ഹാസ് ബിക്കം സൈഡ് വേസ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 6,700 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഹീറോ മോട്ടോറിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കേസിൽ നമുക്ക് ലോ റിസ്കിൽ പുതിയ ബൈങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സർ, അപ്പം ഇന്നലെ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ റിസൾട്ട് കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മികച്ച നമ്പേഴ്സ്, ഒരു എക്സ്ട്രീംലി ഗുഡായിട്ടുള്ള നമ്പേഴ്സായിരുന്നു കമ്പനി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ മാത്രം ഏകദേശം 87% മുകളിലുള്ള ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും ഏകദേശം 58% മുകളിലൊരു ഇയർ ഓൺ ഇയർ ബേസിലുള്ളൊരു വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ ആ റിസൾട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു ഓൾ ടൈം ഹൈയിലേക്കും കുതിച്ചിട്ടുണ്ടായിരുന്നു. സോ മുത്തൂറ്റ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മുത്തൂറ്റ് ഫിനാൻസിന്റെ കേസിലും നമുക്ക് കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആക്ച്വലി മുത്തൂറ്റ് ഫിനാൻസിന്റെ പ്രൈസ് മൂവ്മെന്റ് സ്വർണത്തിന്റെ കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മിറർ ഇമേജ് ആയിട്ടാണ് നമുക്ക് മുത്തൂറ്റ് ഫൈനാൻസിന് നേട്ടം കാണാൻ സാധിക്കുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 3,280 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഓലയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഓല ഇലക്ട്രിക്കിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ 2% മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറാണ് ഓല ഓഹരികൾ കാണുന്നത്. സോ ഓല ഇലക്ട്രിക് മൊബിലിറ്റിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒലയുടെ കേസിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ ഒത്തിരി വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഒലയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 39.50 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ അഗെയിൻ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് ഇറ്റേണൽ ലിമിറ്റഡിലേക്കാണ് വരുന്നത്. ഇറ്റേണലിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ 3.5% മുകളിലൊരു നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ നാളുകളായിട്ടൊരു ഹൈ ലെവൽസ് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചിരുന്നു. എങ്കിൽ പോലും ഏകദേശം ഒക്ടോബർ പകുതിക്ക് ശേഷം, ഒക്ടോബർ 15 ശേഷമുള്ള ട്രേഡിംഗ് സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോൾ തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് പ്രഷറാണ് ഈ ഓഹരിയിൽ കാണുന്നത്. സോ ഇറ്റേണലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇറ്റേണലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ നമ്മൾ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കണം. കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഗോദ്രെ ഫിലിപ്സ് ഇന്ത്യ എന്നൊരു ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1% മുകളിലുള്ളൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഗോദ്രെ ഫിലിപ്സിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്?
ഗോഡ്ഫ്രേ ഫിലിപ്സിന്റെ കേസിൽ നമുക്ക് കാര്യമായിട്ട് ലിക്വിഡിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി ഓൺ ആൻ ഇൻട്രാഡേ ബേസിസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് സെപ്റ്റംബർ മാസത്തിൽ അറൌണ്ട് 3920 ഒരു പുതിയ 52-week ഹൈ നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബെയറിഷായി മാറിയിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 2850 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. സർ, ഇന്നലെ ഏറ്റവും ഒരു വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടർ എന്ന് പറയുന്നത് PSU ബാങ്ക് ഇൻഡെക്സ് ആയിരുന്നു. പ്രത്യേകിച്ചും ഏകദേശം ഒരു 10 മണിയോട് കൂടി തന്നെ ഈ ഒരു സെക്ടറിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. നഷ്ടം പരിശോധിക്കുകയാണെങ്കിലും വളരെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയായിരുന്നു PSU ബാങ്ക് ഇൻഡെക്സിൽ. ഏകദേശം 0.5% മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു PSU ബാങ്ക് ഇൻഡെക്സിൽ യൂണിയൻ ബാങ്കിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് 2.5% മുകളിലൊരു നഷ്ടമാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. സോ യൂണിയൻ ബാങ്ക് ഓഹരികളിലുണ്ടായ ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമാണോ, അതോ വീണ്ടും ഇവിടെ നിന്ന് ഹൈ ലെവൽസിൽ നിന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? യൂണിയൻ ബാങ്കിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 159 രൂപയിൽ കാണുന്നുണ്ട്. ഈ 159 രൂപയായിരുന്നു നമുക്ക് കഴിഞ്ഞ ജൂൺ മാസത്തിൽ നൽകിയ ഒരു 52-week ഹൈ. അതേ ലെവലിലോട്ടായിരുന്നു ഇന്നലെ നമുക്ക് ഈ സ്റ്റോക്ക് വരുന്നത് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്നായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നലെ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരിക്കുന്നത്. നമ്മൾ ട്രേഡിംഗിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കറന്റ് ലെവൽസിലെ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കറന്റ് ലെവൽസിലേക്ക് പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യും. അടുത്തായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്കാണ് വരുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരികളെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ ഓഹരികളിലും ഇന്നലെ ഒരു ഇടിവ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. ഏകദേശം 2% മുകളിൽ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത്. സോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 40 രൂപയ്ക്ക് അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 37.90 രൂപ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലേക്ക് നോ ലോങ് ഫ്രഷ് ലോങ് പൊസിഷൻ. അടുത്തായിട്ട് ഡൽഹി വരിയിലേക്കാണ് വരുന്നത്. ഡൽഹി വരിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കാണ്, ഹൈ ലെവൽസിൽ കൺസോൾട്ടേറ്റഡ് ഇൻഡെക്സിനെ ഓഹരിയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 4-5 ട്രേഡിംഗ് സെഷൻസിലായിട്ട് പ്രത്യേകിച്ച് നവംബർ തുടങ്ങിയതിന് ശേഷം ഒരു സെൽ ഓഫ് ഈ ഒരു ഓഹരിയിൽ കാണുന്നുണ്ട്. സോ ഡൽഹി വരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡെലിവറിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 420 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നുണ്ട്. സർ, അടുത്തായിട്ട് JM ഫിനാൻഷ്യൽ എന്നൊരു ഓഹരിയിലേക്കാണ് വരുന്നത്. JM ഫിനാൻഷ്യലിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഈ ഒരു ഓഹരിയിൽ ഏകദേശം 1.5% മുകളിലൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈ ലെവൽസിൽ കൃത്യമായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ JM ഫിനാൻഷ്യലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? JM ഫിനാൻഷ്യലിന്റെ കേസിൽ ഒരു വളരെ മേജർ ടോപ്പ് നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ 199 രൂപ 80 പൈസയിലാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ തുടർച്ചയായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ തുടർന്ന് ദ ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺഡ് ബെയറിഷ്, ലോങ് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 140 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 180 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കറന്റ് ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കും. അടുത്തായിട്ട് FMCG ഭീമനായിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിലേക്കാണ് വരുന്നത്. HULനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഒരു 52-week ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് ഏകദേശം ഒരു 1.5 മാസത്തോളമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ഒക്ടോബർ ലാസ്റ്റിലേക്കൊക്കെ പരിശോധിക്കുമ്പോൾ വളരെ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് പ്രഷറാണ് HULൽ കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും 0.5% മുകളിലൊരു നഷ്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു. സോ HULലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? HULന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് 2400 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ ഒരു 5 ട്രേഡിംഗ് സെഷന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലിൽ ബ്രേക്ക് ചെയ്യാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. 2400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് ഉടൻ വേണ്ടി വൈൻഡ് അപ്പ് ചെയ്യും.
അടുത്തായിട്ട് അദാനി ഗ്രൂപ്പിലേക്കാണ് വരുന്നത്. അദാനി ഗ്രൂപ്പിൽ ഓഹരികൾ പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ പൊതുവെ ഭൂരിഭാഗം അദാനി സ്റ്റോക്സിലും നമുക്കൊരു ഇടിവ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അദാനി പവറിലേക്കാണ് ആദ്യം വരുന്നത്. അദാനി പവറിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരുന്നത്. സോ അദാനി പവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അഡാനി പവറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേമിൽ സൈഡ് വേസ് ആയിട്ട് ഒരു ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 145 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. സർ, അപ്പം അദാനി ഗ്രൂപ്പ് ഓഹരികളുള്ള പൊതുവെയുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എന്താണ്? അഡാനി ഗ്രൂപ്പ് നോക്കുമ്പോഴേക്കും നമുക്ക് ആക്ച്വലി ഒരു മിക്സഡ് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. അഡാനി എനർജി സൊല്യൂഷന്റെ കേസ് എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. 990 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അഡാനി എന്റർപ്രൈസസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സർ കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്തോളൂ സർ. അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ലോ റിസ്കിന്റെ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2280 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അഡാനി ഗ്രീന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് വരും സെഷൻസിൽ 1100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ആൻഡ് അഡാനി പോർട്ടിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ ഇസ് ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 1520 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ഒപ്പം എൻറ്റേറോ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ 1% മുകളിലൊരു നേട്ടം നൽകാൻ ഓഹരിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഹൈ ലെവൽസിൽ വളരെ ഹെവി ആയിട്ടൊരു പ്രോഫിറ്റ് ടേക്കിങ്ങും ഈ ഒരു ഓഹരിയിൽ നടന്നിട്ടുണ്ട്. സോ എൻറ്റേറോ ഹെൽത്ത് കെയറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിന്റെ ഡേറ്റ ലഭിക്കുന്നുണ്ട്. ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. സർ, ഇപ്പം NTPCയിലേക്കാണ് അടുത്തതായിട്ട് വരുന്നത്. NTPCയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ ഒരു ഓഹരിയിൽ ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു പ്രധാനമായിട്ടും ട്രേഡിംഗ് നടന്നു വരുന്നത്. ഇന്നലെയും ഒരു ഫ്ലാറ്റ് ലോ ടോണിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സോ NTPC ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? NTPCയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. കറന്റ് ലെവൽസിൽ നമുക്ക് ഇതിന്റെ ഒരു ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 320 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്തതായിട്ട് LICയിലേക്കാണ് വരുന്നത്. LICയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? LICയുടെ കേസിൽ നമുക്ക് ജൂലൈ മാസത്തിന് ശേഷം ഒരു ബ്രോഡ് കൺസോളിഡേഷൻ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 845 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തത്. ബട്ട് ഈ സ്റ്റോക്കിൽ നമ്മൾ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 940 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്തായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിലേക്കാണ് വരുന്നത്. റിലയൻസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? റിലയൻസിന്റെ കേസിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ സ്റ്റോക്കിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 1535 കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിംഗിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 1490, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഒരു പുതിയ പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 1450 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അടുത്തതായിട്ട് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിക്കുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവരുടെ ഒരു നമ്പേഴ്സൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നു എങ്കിൽ പോലും വലിയ തോതിലുള്ളൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ നവംബർ 10, അതായത് ഈ ഒരു ആഴ്ച ആരംഭിച്ചപ്പോൾ വലിയൊരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു ഗ്യാപ്പ് ഡൗണിൻ്റെ ലോ ലെവൽസിലേക്കാണ് ഓഹരിയിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നിരിക്കുന്നത്. ഇന്നലെയും 2.5% നഷ്ടം റിപ്പോർട്ട് ചെയ്തിരുന്നു. സോ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ട്രാൻസ്ഫോമർ ആൻഡ് റെക്ടിഫയേഴ്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിൽ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് മാറിയിട്ടുണ്ട്.
കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. അടുത്തതായിട്ട് NSDL വരുന്നത്. NSDL സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? വിപണിയിലേക്ക് എത്തിയിട്ട് അധിക നാളായിട്ടില്ല, എന്നാൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലായിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് ഇൻഡസ്ട്രി ഈ ഓഹരിയിൽ കടന്നു വന്നിട്ടുണ്ട്. സോ NSDL ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കമ്പനിയുടെ പേര് പറയാമോ സർ? NSDL, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. NSDL ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒത്തിരി നാളുകളായിട്ട് കാണും. ബട്ട് ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും എസ്പെഷ്യലി ഒക്ടോബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ കൺസോൾട്ടേഷൻ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അത്യാവശ്യം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 1020 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന്റെ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 1200, 1220 ആ റേഞ്ചിലാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അടുത്തായിട്ട് ലിഖിത ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ജൂൺ മുതൽ ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ ഇത്രയും മാസങ്ങളായിട്ട് പൊതുവേ ഒരു സെല്ലിംഗ് പുഷ് അല്ലെങ്കിൽ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് കൂടുതലായിട്ടും കാണുന്നത്. ഇന്നലെ 1% മുകളിലുള്ളൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഹൈ ലെവൽസിൽ വീണ്ടും ഈ ഓഹരിയിൽ സെല്ലിംഗ് പുഷ് നേരിട്ടിരുന്നു. സോ ലിഖിത ഇൻഫ്രാസ്ട്രക്ചർ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് റിവേഴ്സലിനൊരു സാധ്യത ഈ ഓഹരിയിൽ കാണുന്നുണ്ടോ? എന്താ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ ഡേറ്റ ഇപ്പോൾ ലഭിക്കുന്നില്ല. അടുത്തതായിട്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ കൂടിയാണ് വരുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 53 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അടുത്തായിട്ട് IDFC ഫസ്റ്റ് ബാങ്കിലേക്കാണ് വരുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു 2%-നടുത്തൊരു നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പലപ്പോഴും വലിയ തോതിലൊരു ബൈങ് ഇൻഡസ്ട്രി കടന്നു വന്നിരുന്നു, എന്നാൽ കഴിഞ്ഞ കുറച്ച് സെഷൻസ് ആയിട്ട് ഒരു കൺസോളിഡേറ്റഡ് ഫേസിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. സോ IDFC ഫസ്റ്റ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. ബട്ട് എങ്കിലും ഈ സ്റ്റോക്കിന് 83 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 78 രൂപ 50 പൈസയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 83ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്തായിട്ട് ജിൻഡാൽ സോ ലിമിറ്റഡ് എന്നൊരു ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയിൽ കഴിഞ്ഞ ദിവസം 0.5% ഒരു നഷ്ടമായത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ സെഷൻസിലൊക്കെ തന്നെ സെല്ലിംഗ് പ്രഷറാണ് കാണുന്നത്. സോ ജിൻഡാൽ സോ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജിൻഡാൽ സോയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 4-5 മാസമായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഉടനടി അത് വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്തായിട്ട് ചില ഡിഫൻസ് ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഭാരത് ഡൈനാമിക്സിന്റെ കേസിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് നമുക്കൊരു ബ്രോഡ് കൺസോളിഡേഷൻ ഫേസിലോട്ടായിട്ട് സ്റ്റോക്ക് നീങ്ങിയിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ലോ റിസ്കിൽ ഒരു ബൈയിങ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും സെഷൻസിൽ നമ്മൾ ഈ സ്റ്റോക്ക് വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 1460 മുതൽ 1480 ഈ ഒരു റേഞ്ചിലായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 1560ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ അടുത്ത ആഴ്ച. അടുത്തായിട്ട് HAL താങ്കളുടെ ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? HALന്റെ കേസിൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4480 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 4770ന്റെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 4900 രൂപയായിരിക്കും റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ
ലോങ് ടേം ട്രെൻഡിൽ നമുക്ക് ശക്തിയോടെ ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചു. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിനു ശേഷം മാത്രം നിക്ഷേപം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനറിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.